തീർച്ചയായും. ശ്രീ റജി ലൂക്കോസ് കൂടി ഈ ഘട്ടത്തിൽ. ശ്രീ റജി ലൂക്കോസ്, അതായത് ശ്രീകുമാർ സാർ പറയുന്ന ഒരു കാര്യം വളരെ ശരിയാണ്. കാരണം എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ ഇത്തരത്തിൽ ആഭ്യന്തരമായ തർക്കമുണ്ടായിട്ടുണ്ട്. പോസ്റ്റർ ഒട്ടിച്ചത് വലിച്ചു കീറിയിട്ട് പിന്നീട് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ആ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് കരുണാകരൻ്റെ ഒക്കെ കാലത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല തർക്കങ്ങളും കോൺഗ്രസ്സിന് കൂടുതൽ ബൂസ്റ്റ് നൽകുന്നതാണ്, കൂടുതൽ ഊർജം നൽകുന്നതാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ഈ വിഷയങ്ങളെ കാണേണ്ടതില്ല. സമകാലികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്ന പോലെയല്ല. കാരണം നിങ്ങളുടെ ഒന്നും പാർട്ടിയോ പ്രസ്ഥാനമോ പോലെയല്ല ഇത്. അങ്ങനെ ഒരു കേഡർ സംവിധാനമല്ല. ഇതാണ് അതിൻ്റെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് പോലെ ആ പരിമിതിയെയാണ് അവർ കാണുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ വെള്ളം വാങ്ങേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ജിംഷാദെ, പ്രിയപ്പെട്ട ശ്രീകുമാർ സാറ് അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ പറ്റത്തുള്ളൂ. കരുണാകരന്റെയും പിന്നെ കേരളീയ കാലത്തുണ്ടായിരുന്ന പോലുള്ള അല്ല. ഒരുപാട് വെള്ളം പിന്നെ അതിൽ നിന്നതിന് ശേഷം ഒഴുകിപ്പോയിട്ടുണ്ട്. ഇവിടെ വളരെ പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട രണ്ട് വസ്തുതകളുണ്ട്. ഒന്ന്, KPCC പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹത്തിനെ നിർബന്ധിച്ച് കണ്ണൂർ നിർത്തുന്നു. അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കി യാദൃശ്യമായിട്ട് അങ്ങനെ ജയിച്ചാൽ ഡൽഹിക്ക് കണ്ടുകിട്ടാനായിട്ടുള്ള ഒരു കുതന്ത്രമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. അദ്ദേഹം അന്ന് ഈ KPCCയുടെ പിന്നെ ഭാരവാഹികളിൽപ്പെട്ട കുറെ ആളുകളും VD സതീശന്റെ നേതൃത്വത്തിൽ AICCയിൽ ആവശ്യപ്പെട്ടു ഇദ്ദേഹത്തിന് കൗണ്ടിങ് വരെ ഇദ്ദേഹത്തിനെ തിരിച്ചെടുക്കരുത്, MMS തുടരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ കെ സുധാകരൻ പിന്നെ ഡൽഹിയിൽ പോയി സമ്മർദ്ദം ചെലുത്തി പിന്നെ അദ്ദേഹം തിരിച്ച് KPCC പ്രസിഡന്റ് കസേരയിലേക്ക് വീണ്ടും വന്നു. അത് നിശ്ചയമായിട്ടും അതിന്റെ പിന്നിൽ പിന്നെ വർക്ക് ചെയ്യുന്നത് KC വേണുഗോപാല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവെ ഈ കോൺഗ്രസ്സുകാരുടെ ഒരു ധാരണ KC വേണുഗോപാലും VD സതീശനും ഒന്നിച്ചാണ് കേരളത്തിൽ അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് നീങ്ങുന്നുള്ളതാണ്. അല്ല, അവർ തമ്മിൽ തെറ്റി എന്നുള്ളതിന്റെ വേറൊരു ഉദാഹരണോടെ പറയാം. അതായത് ഈ KC വേണുഗോപാലിന്റെ ഇത് ഞാൻ ആദ്യം പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. KC വേണുഗോപാലിന്റെ പിന്നെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ 2 ദിവസത്തെ, അതിൽ ഒരു ദിവസം അവരുടെ രാഷ്ട്രീയകാര്യ സമിതിയായിരുന്നു. ആ യോഗത്തിൽ വെച്ച് KPCC പ്രതിപക്ഷ VD സതീശൻ പൊട്ടിത്തെറിച്ചൊരു 1-2 മാധ്യമങ്ങൾ അത് പലതവണ ബ്രേക്കിംഗ് ആയിട്ട് കൊടുത്തു. എന്താണെന്ന് അദ്ദേഹം പറഞ്ഞത്, KPCC ഓഫീസിനുള്ളിൽ നടക്കുന്ന അത് എന്താണെന്ന് പുറത്തു പറയാൻ പറ്റത്തില്ല. അത് അവിടെ നടക്കുന്ന ഒരു കാരണവശാലും പുറത്തു പറയാൻ പറ്റത്തില്ല. തനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് ഒരു തരത്തിൽ പോലും ഒരു കോൺഗ്രസിന്റെ നേതാവ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ദുരൂഹമായ രീതിയിലുള്ള ഒരു കമന്റ് അദ്ദേഹം അവിടെ പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ 1-2 വക്താക്കളാണ് നിഷേധിച്ചത്. അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടില്ല. അതിൽ നമ്മൾ എന്താ അർത്ഥമാക്കിയത്? കെ സുധാകരന്റെ തിരിച്ചൊരു ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. നേരത്തെ അജിത് ഷാ പറഞ്ഞതുപോലെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം മൈക്കിന് വേണ്ടിയിട്ടുള്ള കടിപിടി, ആലപ്പുഴയിലൂടെ സംയുക്ത യാത്രയിൽ ഇദ്ദേഹം വരാൻ വൈകിയപ്പോൾ കെ സുധാകരൻ അദ്ദേഹത്തെ കുറിച്ച് ഓൺ എയറിൽ, അതായത് മാധ്യമങ്ങൾ ഓൺ എയറിൽ അദ്ദേഹം പറഞ്ഞ ആ വാക്ക്, ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു ബാലികാരാമലയായിട്ട് VD സതീശന് മുമ്പിൽ വന്നിട്ടുണ്ട്. KC വേണുഗോപാലിനെ സംബന്ധിച്ചോളം കേരളത്തിലെ കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ ഒതുക്കി VD സതീശൻ അടുത്ത തവണ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള, തനിക്കൊരു ഭീഷണിയാണെന്നുള്ളൊരു മനോഭാവം KC വേണുഗോപാലും ഇത് വന്നിട്ടുണ്ട്. കാരണം KC വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം കേരളത്തിലേക്ക് കണ്ണു നേടുന്നു. അത് തന്നെ അദ്ദേഹത്തിന്റെ AICC ജനറൽ സെക്രട്ടറി താൻ ഇനി അധികം നാൾ നീളിയല്ലാന്നുള്ളൊരു സച്ചിൻ പൈലറ്റിനെ നിയമിക്കാനായിട്ടുള്ള റൂമറുകൾ നമ്മൾ കേൾക്കുന്നതും അതിന് ഏതാണ്ടൊരു അടിത്തറയിടുന്ന വസ്തുതകൾ വരുമ്പോൾ KC വേണുഗോപാലിന് ഒരു ഭീഷണിയായിട്ട് VD സതീശൻ നിൽക്കുന്നു. അപ്പൊ അതിലും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ സ്വാഭാവികമായിട്ടും VD സതീശൻ ഈ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുക. അതിന് പ്രമുഖ കാരണം എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം അദ്ദേഹം പിന്നെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസിന്റെ ഭാരവാഹികളുടെ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടത് അദ്ദേഹം പങ്കെടുത്തില്ല. അത് കൂടാതെ തന്നെ അദ്ദേഹം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. KPCCയുടെ നിയന്ത്രണം KPCC പ്രസിഡന്റ് നോക്കുകുത്തിയായിക്കൊണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം KPCCയുടെ പിന്നെ കുറെ ഭാരവാഹികളെ വെച്ചുകൊണ്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായി. അതിന്റെ ഓഡിയോ ഒക്കെ പുറത്തു വന്നു. അപ്പോൾ KPCC പിടിച്ചെടുക്കാനായിട്ട് ഏകാധിപതിയെ പോലെ തനിക്ക് ഭീഷണി ഉണ്ടെന്ന് മനസ്സിലാക്കിയ സുധീരന്റെ നീക്കത്തിനെതിരെ പലകുള മധുവിനെ പോലെയുള്ളവരും വളരെ പരിണതപ്രദനായിട്ടുള്ള KPCC ജനറൽ സെക്രട്ടറിയാ പോലെയുള്ള പലരും ഈ AICCക്ക് പരാതി കൊടുക്കുന്നു. ആ പരാതി AICC ഗൗരവമായി എടുക്കുന്നു. KPCC ശ്രീകുമാർ ഇത്തരത്തിലാണോ കാര്യങ്ങളെ കാണുന്നത്? രാഷ്ട്രീയ നിരീക്ഷക മറുപക്ഷത്തുള്ളവർ ഈ രീതിയിലാണ് കാര്യങ്ങളെ വിവക്ഷിക്കുന്നത്. ശ്രീകുമാർ, അല്ല, ശ്രീ റജി ലൂക്കോസ് അദ്ദേഹം നല്ല തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുക. കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലോ, കോൺഗ്രസിനെ കുറിച്ച് എന്ത് വേണേൽ പറയാമല്ലോ. കാരണം റജി ലൂക്കോസാണ് തിരക്കഥ ഉണ്ടാക്കുന്നത്. അതായത് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും പറയാം. അതിനിപ്പോൾ ഞാൻ ഉത്തരം പറയാൻ പറ്റില്ല. അതായത് അദ്ദേഹം റജി ലൂക്കോസ് ആലോചിക്കേണ്ട കാര്യം CPM-ലെ കൂടി ഇങ്ങനെ തിരക്കഥകൾ പാതിയെങ്കിലും ഉണ്ടാക്കിയിടുന്നതല്ല. കാരണം ചർച്ചയ്ക്കൊരു ബാലൻസ് വേണമല്ലോ എന്നൊക്കെ എപ്പോഴും.
ഇപ്പൊ വി ഡി സതീശൻ സുധാകരനെ ഡൽഹിക്ക് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. സുധാകരൻ ഡൽഹിക്ക് പറഞ്ഞയച്ചത് വി ഡി സതീശനല്ല, കണ്ണൂരിലെ ജനങ്ങളാ. അവർ തീരുമാനിച്ചു എന്ത്, എം വി ജയരാജൻ പോകണ്ട, ഇവിടെ തന്നെ നിൽക്ക്, കെ സുധാകരൻ കണ്ണൂർ പോട്ടെ, ഡൽഹിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ തീരുമാനിച്ച കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യാനാ ഒന്നത്. രണ്ടാമത്തെ കാര്യം, കെ സുധാകരൻ ഡൽഹിയിൽ പോയാൽ തന്നെ റെജി ലൂക്കോസ് ഉദ്ദേശിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ സതീശനെ മറ്റേ മുഖ്യമന്ത്രിയാകാനുള്ള വഴിയൊക്കെ ഒരുക്കുകയാണ് എന്നൊക്കെ ആയിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുക. ശ്രീ റെജി ലൂക്കോസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം MLA ആയില്ലെങ്കിലും മുഖ്യമന്ത്രിയായ ചരിത്രമൊക്കെ ഉണ്ട്. ആര് വേണേൽ മുഖ്യമന്ത്രി ആവാം, അത് ആ സംശയമില്ലാത്ത കാര്യമാണ്. MLA അല്ലെങ്കിലും മുഖ്യമന്ത്രിയാക്കാം. അതിപ്പോൾ പഴയ കാലത്തെ CH സുധീരനെ കൊണ്ടുവന്ന കാര്യം അറിയാമല്ലോ, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അത് അദ്ദേഹത്തെ കേരളത്തിൽ രാജ്യസഭാംഗമായിരുന്നു, അദ്ദേഹത്തെ കേരളത്തിൽ കൊണ്ടുവന്ന് കോൺഗ്രസ് മുന്നണി മുഖ്യമന്ത്രിയാക്കിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ നമ്മൾ കണ്ടതാണ്. തിരിച്ചടി അല്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അത് മുരളി അല്ല, ഞാൻ പറയാം, ഇല്ല, ചരിത്രം നമുക്ക് മറക്കാൻ പറ്റുമോ? ചരിത്രം നമുക്കൊന്നും തിരുത്താൻ പറ്റില്ല. ചരിത്രം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ചരിത്രം തന്നെയാണ്. ഇപ്പോൾ കെ മുരളീധരൻ KPCC പ്രസിഡന്റായ പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ച അധ്യക്ഷനാണ്. അല്ല ഞാൻ പറയണേ, അല്ല, ആന്റണി തിരൂരങ്ങാടി മത്സരിച്ചതും കഴക്കൂട്ടത്ത് പിരിപ്പങ്കോട് ശ്രീധരൻ നായരെ തോൽപ്പിച്ചതൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അത് കഴക്കൂട്ടത്ത് തോൽപ്പിച്ച പിരിപ്പങ്കോട് ശ്രീധരൻ നായരെയാണ് LDF സ്ഥാനാർത്ഥിയായിരുന്നത്, 10,000 വോട്ടുകൾക്ക് താഴെ. അപ്പോൾ ആന്റണി എവിടെ നിന്നാലും ജയിച്ചിട്ടൊക്കെ ചേർത്തലേക്കാണ് വാർത്ത ഒരു സമയത്ത് സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്ല ഞാൻ പറയുന്നത്, അങ്ങനെ മറ്റേ കെ മുരളീധരൻ ക്ഷമിക്കണം, മറ്റേ നമ്മുടെ കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് ജയിച്ച അതേ സ്ഥലത്ത് തന്നെ വി ഡി സതീശൻ അദ്ദേഹം MLA മത്സരിക്കുന്നു, അധികാരത്തിൽ വരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയാകാനോ പ്രതിപക്ഷമാകാനോ ഒക്കെ യോഗ്യനാണ്. അതുപോലെ എല്ലാവരും യോഗ്യന്മാരാണ്. അത് ഒരാൾ MLA ആയതുകൊണ്ട് മാത്രമേ അയാൾ മുഖ്യമന്ത്രിയാവൂ എന്നൊന്നുമില്ല. ഇപ്പം ശശി തരൂരിൻ്റെ ആ ഒരു അറിയാമല്ലോ, ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര വളരെ വിവാദമായ കാലത്ത് എന്താണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ്, ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നു എന്നല്ലേ. പക്ഷേ ശശി തരൂർ ഇപ്പോൾ MP ആയി. അപ്പോൾ MP ആയപ്പോൾ നാളെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കൂടുതൽ ശക്തമായി വരികയാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, പഴയ ഹൈക്കമാൻഡ് അല്ല. അതായത് കോൺഗ്രസ് പ്രതിപക്ഷത്താണ് ഇപ്പോഴുമെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള ക്യാബിനറ്റ് പദവി ഒരു എതിർ പാർട്ടിയുടെ നേതാവിനെ പോലെയാണ് സതീശൻ അതിനോട് അസഹിഷ്ണുത കാട്ടിയത്. ബലൂണാണ്, ഊതിപ്പെരുപ്പിച്ച ബലൂണാണെന്നൊക്കെ പരസ്യമായി പറയുന്നു. ഇത്ര നാൾ ഇവിടെ നിന്ന് കോൺഗ്രസ് MP ആയി ജയിച്ച ആൾ, അപ്പോൾ ഈ വലിയ ഇൻ്റർനാഷണൽ പൗരനാണെന്നൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ അടയാളപ്പെടുത്തിയ ആളിനെ വി ഡി സതീശൻ പരസ്യമായി പറഞ്ഞതാണ്. ഇനി എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ ലീഡേഴ്സ് മീറ്റ്, അതായത് വയനാട്ടിലെ ലീഡേഴ്സ് മീറ്റിൽ നടന്ന തീരുമാനങ്ങൾ DCCയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട നിർണായകമായ യോഗത്തിൽ നിന്നാണ് സതീശൻ വിട്ടുനിന്നത്. അതിന് സതീശൻ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി ഹൈക്കമാൻഡ് ഇടപെടട്ടെ, ഹൈക്കമാൻഡ് ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തട്ടെ എന്നാണ്. അതെന്താണ് അങ്ങനെ പറയുന്നതിൻ്റെ ഗുട്ടൻസ് ശ്രീകുമാർ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, തർക്കമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ വി ഡി സതീശനായിരുന്നു. അദ്ദേഹം പോയില്ല. അതിനെന്താണ് കാരണം എന്ന് അദ്ദേഹം വിശദീകരിക്കാതെ എനിക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം പോയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ വേറെ ഉന്നത നേതാക്കൾ പോവുകയും ചെയ്തു. അതിന് സതീശൻ്റെ വിശദീകരണം അദ്ദേഹം നൽകട്ടെ. ഹൈക്കമാൻഡ് പഴയ പോലെ ദുർബലമല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ആ മുന്നണിയെ അധികാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ അറിയാമല്ലോ, ഇന്ന് ഡൽഹിയിലെ നമ്മൾ അറിയുന്ന കാര്യമാണ്, ദുർബലമായ ഒരു മോദി മന്ത്രിസഭയെ വിറപ്പിക്കാൻ കഴിയുന്ന ശക്തി പ്രതിപക്ഷ നിരക്കുണ്ട്. ആ പ്രതിപക്ഷ നിരക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമല്ല. അപ്പോൾ ആ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഭയത്തോടെ തന്നെ കാണേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ പഴയ ഒരു ഹൈക്കമാൻഡ് അല്ല, അധികാരത്തിലെത്താൻ സാധ്യതയുള്ള ഒരു പാർട്ടിയുടെ ഹൈക്കമാൻഡാണ് ഇന്ന് കോൺഗ്രസിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇടപെടട്ടെ എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ, അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ, ഇത് പറഞ്ഞിട്ട് ഞാൻ പറയാം. അതായത് വി ഡി സതീശൻ ഒരൊറ്റ മിനിറ്റ് ഞാൻ പറയാം.
വി ഡി സതീശൻ അങ്ങനെ ഹൈക്കമാൻഡ് ഇടപെടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടപെടുന്നത് നല്ലതാണ്. ഒരു കുഴപ്പമില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് നിയന്ത്രണത്തിലാണ് KPCC ഉള്ളത്. തീർച്ചയായും അങ്ങനെയാണോ? ശ്രീ റജി ലൂക്കോസ് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ജേക്കബ് ജോർജ് സാറിലേക്ക് ഒന്ന് പോകുന്നതിന് മുമ്പ് ശ്രീ റജി ലൂക്കോസ്. അത് തീർച്ചയായിട്ടും പറയാനുണ്ട്. അതായത് സാറ് പറഞ്ഞതിന് ആഡ് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയാം. അതായത് സാറ് ഭീഷണം പത്രത്തെക്കാളും നിങ്ങൾ ഇപ്പൊ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന പത്രം മലയാള മനോരമയുടെ ഉൾപേജില് ലീഡിംഗ് ഒരു വാർത്ത ഇന്നുണ്ട്, ചുരം ഇറങ്ങിയതിനു ശേഷം എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് സാറിന് വായിച്ചു നോക്കിയാൽ സാറിന്റെ ന്യായങ്ങളെല്ലാം തകർന്നു പോകും. തന്നെയല്ല, തനിക്ക് ഭീഷണി ഉണ്ടെന്നും താൻ KPCCയെ പിടിച്ചടക്കി മുഖ്യമന്ത്രിയാകണമെന്നുള്ള വ്യാമോഹത്തിന് തിരിച്ചടി ഏറ്റുന്നുള്ളതുകൊണ്ടാണല്ലോ ഇന്ന് വി ഡി സതീശൻ പത്രക്കാരുടെ ഒരു കാര്യം പറഞ്ഞു, തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് എന്ന്. എന്തിനാ അദ്ദേഹം പറഞ്ഞേ? അദ്ദേഹത്തിന് മനസ്സിലായി കോൺഗ്രസിൽ കൂട്ടയടിയാണെന്നുള്ളത്. തന്റെ വേറെത്തരങ്ങളൊന്നും താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള വി ഡി സതീശൻ ഈ കാണിക്കുന്ന നാടകങ്ങളൊന്നും ഇനി KPCC ചെലവാകിയാലെന്നുള്ള ഭീഷണി കൊണ്ടാണ് അതിൽ ഭയന്നിട്ടല്ലേ അദ്ദേഹം ഇന്ന് മാപ്പ് പറയുന്ന പോലെ തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ അതിനകത്ത് വളരെ വ്യക്തമായില്ല, നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു കലാപം തന്നെ വന്നിരിക്കുന്നു. ഈ പറയുന്ന 2019 കുറഞ്ഞ സീറ്റിൽ നിങ്ങൾ ജയിച്ചപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന അമിതമായ ആഹ്ലാദം അത് തകർന്നിരിക്കുന്നു. നിങ്ങളുടെ പാർട്ടിയിൽ അധികാരം ഭ്രാന്ത് പൂത്ത